വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് LGSന്റെ SCRTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിൻ്റെ ലിസ്റ്റാണിത്. അപ്പോൾ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഇപ്പോഴും ഉഴപ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമുക്ക് ജോലി ആവശ്യമാണെന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇനി സമയമില്ല കേട്ടോ. ഇപ്പം ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് LGSന് കയറാൻ പറ്റുള്ളൂ. LGSന് മാത്രമല്ല LDCക്കും VFAക്കും ഒക്കെ പ്രിലിംസ് ക്ലിയർ ചെയ്യാതെ എന്തായാലും നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിനു വേണ്ടി പഠിക്കുന്ന ആൾക്കാർ ജോലി വേണം, നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ, ആരുടെയും കയ്യിൽ 10 രൂപയ്ക്ക് കൈ നീട്ടേണ്ട അവസ്ഥ വരണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക. ഇത്രയേ ആൾക്കാരുണ്ട്. ഇപ്പം LGS ആണെങ്കിലും നമ്മൾ വിചാരിക്കും ഇതിപ്പോ ഡിഗ്രിക്കാർക്കും എഴുതാം, അവര് കൊണ്ടുപോകും, നമ്മളിപ്പോ ഇതിന് വേണ്ടിയിട്ട് എന്തിനാ മെനക്കുന്നത്. അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും. KKPP എന്ന് വിചാരിച്ചിട്ടല്ല, അതായത് കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് വിചാരിച്ചിട്ടല്ല പഠിക്കണ്ടേ. ഞാൻ റാങ്ക് ലിസ്റ്റിൽ കയറും, ഞാൻ ഗവൺമെന്റ് ജോലി എനിക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് വിചാരിച്ച് നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഇത് ഭാഗ്യമൊന്നുമല്ല. കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. പാതി ദൈവം പാതി എന്നല്ല, നാം മുക്കാല് ബാക്കി ഭാഗം ഇപ്പൊ ദൈവം ചെയ്തു തരത്തുള്ളൂ. അപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, ജോലി വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ഇനി ഒരു സെക്കൻഡ് പോലും കളയാനില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി കിട്ടും. അപ്പം അതിനാദ്യം നമ്മൾ സിലബസ് നോക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് സിലബസ്. കമ്പനി ബോർഡ് LGSന്റെ സിലബസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. കമ്പനി ബോർഡ് LGSന്റെ സിലബസ് നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിൽ പ്രസ്താവനയായിട്ട് ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പൊ ഒരു 40 മാർക്കിന്റെ GK ചോദിച്ചാൽ അതിനൊരു 20 മാർക്ക് അടുത്ത് പ്രസ്താവന ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC ചോദിക്കുന്നത്. അത് മൊത്തം SCRT എന്നാണ്. SCRT പുസ്തകം പഠിക്കാതെ പോയാൽ LGSന് നല്ല കട്ട് ഓഫ് ആയിരിക്കും. ഒരു 90 മാർക്ക് മുകളിൽ, 95 മാർക്ക് മുകളിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ കയറുള്ളൂ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ കൊടുത്തിരിക്കുന്ന സിലബസിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തേത് മൊഡ്യൂൾ 1 ആയിട്ടും രണ്ടാമത്തെ മൊഡ്യൂൾ 2 ആയിട്ടും നമുക്ക് കണക്കാക്കാം. മൊഡ്യൂൾ 1 ചോദിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്കിന്. മൊഡ്യൂൾ 1 ചോദിക്കുന്നത് 2 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇത് 5 മാർക്കിന്. 2 പോർഷനിൽ ചോദിക്കുന്നത് 10 മാർക്കിനാണ്. അപ്പം ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 8 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ ഉഴപ്പാതെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത LGSന് നല്ലൊരു റാങ്കിൽ വരാൻ സാധിക്കും. മൊഡ്യൂൾ 1 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും, മൊഡ്യൂൾ 2 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഈ 3 ചാപ്റ്റർ. അതിൽ ഈ അധിനിവേശവും ചെറുത്തുനിൽപ്പും CPO WCPO ഒക്കെ പഠിക്കുന്നതും, പിന്നെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും CPO WCPO ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രിപ്പയർ ചെയ്താണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് വിടുക. അല്ലാത്തവരാണെങ്കിൽ ആ ചാപ്റ്റർ പഠിക്കുക. അടുത്തത് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. 10ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഈ ചാപ്റ്ററൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക.
അടുത്തത് മൊഡ്യൂൾ 3 ആണ്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. 5 അതായത് അമെൻമെന്റ്സ്, ആർട്ടിക്കിൾസോ അതൊക്കെ ഈ ഇതിലാണ് പെടുന്നത്. മൊഡ്യൂൾ 4 ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. ഇത്രയും 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ വരുന്നത് 15 മാർക്കാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു 12 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ, 5ാമത്തെ ക്ലാസ്സിലെ 11ാം ചാപ്റ്ററായ നിയമവും സമൂഹവും, 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ രാഷ്ട്രവും ഗവൺമെൻറ്റും, 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ഭരണഘടനയ്ക്കൊരു മുഖവര, 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴി കാട്ടിയും. ഇത്രയും 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ അധികാരം ജനങ്ങൾക്ക്, 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, 10ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഏഴാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ലോകത്തിൻ്റെ നെറുകയിൽ, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ വിശാല സമതല ഭൂവിൽ, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ മണലാരണ്യത്തിലൂടെ, 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ തീരങ്ങളിലൂടെ. ഇത്രയാണ് മൊഡ്യൂൾ 3ലും 4ലും പെടുന്നത്. അടുത്തത് മൊഡ്യൂൾ 5 കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അത് 10 മാർക്കിന്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. ഇത്രയും പോർഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം. അതാണ് SCERT ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി 6ാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരും, 5 മാർക്ക്. 6 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു മുന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങളും, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും 10 മാർക്ക്. അത് ഈ ചാപ്റ്റേഴ്സ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും, ഈ 2 ചാപ്റ്ററാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. പിന്നെ ഈ പേരെടുത്ത് പറഞ്ഞേക്കുന്ന നവോത്ഥാന നായകന്മാർ ശരിക്കും പഠിക്കുക. അതിൻ്റെ അന്ന് തിരിച്ചും മറിച്ച് ഒരുപാട് ചോദ്യം വരുന്നുണ്ട്. അപ്പത്തിന് നിങ്ങൾക്ക് 6-7 മാർക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം കേട്ടോ, സ്കിപ്പ് ചെയ്യാനുള്ള ഒരൊറ്റ ചാപ്റ്റേഴ്സ് ഇല്ല.
അടുത്തത് ഏഴാമത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടവ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇത്രയും ഭാഗത്തുനിന്ന് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതിൽ സാമ്പത്തിക മേഖലയിൽ നിന്ന് വരുന്ന, അതായത് എക്കണോമിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തവണ ആകെപ്പാടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളതില്ല, അതിൽ 4 മാർക്കോളം ചോദിച്ചു. പോർഷൻ കറക്റ്റായിട്ട് പഠിക്കുക. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ്ഘടനയും, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പണവും സമ്പദ് വ്യവസ്ഥയും, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ഇത്രയാണ് സോഷ്യൽ സയൻസ് ഭാഗത്തുനിന്ന് വരുന്നത്. ഇനി അടുത്തത് ജീവശാസ്ത്രമാണ്. ജീവശാസ്ത്രം 5 മാർക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക്. അപ്പം ബയോളജി പഠിച്ചാൽ തന്നെ 15 മാർക്കാണ്. ഇപ്പോൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത് നമ്മൾ ബയോളജി ചാപ്റ്റേഴ്സ് കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ 15 മാർക്കിൽ 10 മാർക്ക് നേടാൻ സാധിക്കും. 10 മാർക്ക് ഉറപ്പായും നിങ്ങൾക്ക് സെഞ്ഞും. അതിൽ സ്കിപ്പ് ചെയ്യാൻ പാകത്തിന് ചാപ്റ്റർ ഇല്ല, എന്നാലും ഞാൻ പറയാം. അടിസ്ഥാന ശാസ്ത്രത്തിൽ 5, 6, 7, 8 കൂടി 21 ചാപ്റ്ററും, ജീവശാസ്ത്രത്തിൽ 9ാം ക്ലാസ്സിലെ 6 ചാപ്റ്ററും, 10ാം ക്ലാസ്സിലെ 6 ചാപ്റ്ററും. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് അടിസ്ഥാന ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമായിട്ട് ബയോളജിക്ക് പഠിക്കാനുള്ളത്. മൊത്തം പഠിക്കുക എന്നല്ലാതെ സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ഈ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചാലേ ആ 10 മാർക്ക് നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഭൗതിക ശാസ്ത്രം രസതന്ത്രത്തിനും കൂടി 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. ഇത്രയാണ് ഭൗതികശാസ്ത്രം രസതന്ത്രത്തിന് 5 മാർക്ക്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് അടിസ്ഥാന ശാസ്ത്രം 5ലും 6ലെയും 7ലെയും 8ലെയും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 24 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 24 ചാപ്റ്റേഴ്സും പഠിക്കണം. നോക്കണം, ശരിക്കും തറവായിട്ട് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാ SCRTയും കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ അടച്ചു പൂട്ടി വെക്കരുത്. റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഓർമ്മ ഉണ്ടാവും. അടുത്തത് ഫിസിക്സിൻ്റെ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും പഠിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാം, നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ പോർഷൻസിൽ നിന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടാത്ത മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി അഥവാ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ സമയമില്ല എന്നാണെങ്കിൽ ഈ ഒഴിവാക്കാവുന്ന 3 ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 4ാമത്തെയും 10ാം ക്ലാസ്സിലെ 6ാമത്തെ ആയ 2 ചാപ്റ്റേഴ്സും, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ നിന്നുള്ള ഈ 3 ചാപ്റ്റേഴ്സ് ഒഴിവാക്കാവുന്നതാണ്. സമയമുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആർക്കും കിട്ടില്ലാത്ത നമ്മൾ ഒഴിവാക്കാമെന്ന് കരുതി പഠിക്കുന്ന ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഒഴിവാക്കി വിട്ടിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 2 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും പഠിക്കണം. രസതന്ത്രത്തിൽ ഒഴിവാക്കാവുന്നത് 7 ചാപ്റ്റേഴ്സാണ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ റിഡോക്സ് പ്രവർത്തനങ്ങളും, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ രാസഗതികവും, 9ാം ക്ലാസ്സിലെ 8ാം ചാപ്റ്റർ കാർബണിക രാസതന്ത്രവും, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണങ്ങളും ഐസോമെറിസവും. ഇത്രയും ചാപ്റ്റേഴ്സ് ഒഴിവാക്കാതെ. പിന്നെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ വാതക നിയമങ്ങളും മോൾ സങ്കല്പങ്ങളും,
10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ വൈദ്യുത രസതന്ത്രം. ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്, ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററുകൾ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള LGS ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രസ്താവന ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ഇതെൻ്റെ ഉറപ്പ്. പ്രസ്താവന ചോദ്യം മാത്രമല്ല, അല്ലാതെയും ചോദിക്കും. ഇതിൻ്റെ അകത്ത് പ്രസ്താവന ചോദിച്ചാൽ ഉറപ്പായിട്ട് SCERT വേണം. പ്രസ്താവന അല്ലാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയും കവർ ചെയ്താൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.